ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് NIOS 10th അതായത് സെക്കൻഡറിയിലെ ഇംഗ്ലീഷിനകത്ത് 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ദ ഷൂ ഷൈൻ എന്ന് പറയുന്ന ലെസണാണ്. ഇത് എഴുതിയിരിക്കുന്നത് ശാസ്തി ബാത്ര എന്ന് പറയുന്നൊരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1939 മരണം 2015 അപ്പോൾ അദ്ദേഹം കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചതും പഠിച്ചതും വളർന്നതുമെല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ശാസ്തി ബാത്ര ചക്രവർത്തി എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇൻഡോ ആംഗ്ലിയൻ റൈറ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ലെസൺ എന്ന് പറയുന്നത് ശാസ്തി ബാത്ര തൻ്റെ സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഈ ലെസണിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹം ജോലി തേടി ഒരു പ്രാവശ്യം ഡൽഹിയിലെത്തുകയും അപ്പോൾ അവിടെ ഡൽഹിയിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെറും 5 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ് അദ്ദേഹം ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ എങ്ങനെ ആ അനുഭവങ്ങളിലൂടെ ധൈര്യത്തോടെ കടന്നു പോകണം എന്നുള്ള ഒരു കാര്യം, ഒരു മെസ്സേജ് നമുക്ക് ഈ ലെസണിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ലെസൺ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിനകത്ത് ഗൂഗിളിൽ പോയിട്ട് NIOS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ NIOSൻ്റെ സൈറ്റിൽ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ ക്ലിക്ക് ചെയ്ത് അതിനകത്തു നിന്നാണ് ഈ ലെസൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെസൺ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I was standing outside the tea house in Connaught Circus. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഡൽഹിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് കൊണോട്ട് സർക്കസ് എന്ന് പറയുന്നത്. അത് സർക്കസ് ഒന്നുമല്ല, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ധാരാളം ഷോപ്പിംഗ് മാളുകളും കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ കൊണോട്ട് പ്ലേസ് അല്ലെങ്കിൽ കൊണോട്ട് സർക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ശാസ്തി ബാത്ര അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ടീ ഹൗസ്, ഒരു ചായക്കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഐഡ്ലി വാച്ചിങ് ദ ട്രാഫിക്. അദ്ദേഹം ഇങ്ങനെ വെറുതെ ആ ട്രാഫിക്കിനെ നോക്കി നിൽക്കുകയാണ്. I wondered if I could afford a cup of coffee and a plate of potato chips. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, എൻ്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ, എനിക്ക് ഒരു കപ്പ് കോഫിയും കുറച്ച് ഒരു പ്ലേറ്റ് പൊട്ടറ്റോ ചിപ്സും വാങ്ങി കഴിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അദ്ദേഹം നിൽക്കുകയായിരുന്നു. When a shoe shine walked up and put down his box in front of me. ആ സമയത്താണ് ഷൂ ഷൈൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന കുട്ടികളുണ്ട്, വളരെ ചെറിയ കുട്ടികളായിരിക്കും അവർ. അപ്പം കുട്ടികൾ മാത്രമല്ല, ഒരു ടീനേജ് കൗമാരപ്രായക്കാർ, ആ ഒരു ലെവലിലുള്ള ഷൂ ഷൈൻസിനെ അവിടെ ധാരാളം കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷൂ ഷൈൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ക്രീം ആൻഡ് പോളിഷ് സർ, ഹി ആസ്ക്ഡ്. അപ്പോൾ ആ ഷൂ ഷൈൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്രീമും പോളിഷും ഞാൻ താങ്കളുടെ ഷൂ പോളിഷ് ചെയ്ത് തരട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. യുവർ ഷൂസ് ഡു നീഡ് എ പോളിഷ് സർ, ദ ബോയ് പെർസിസ്റ്റഡ്. അവൻ വീണ്ടും പറഞ്ഞു, സർ, സാറിൻ്റെ ഷൂസിന് പോളിഷിൻ്റെ ആവശ്യമുണ്ട്. യെസ് ഐ നോ, ഐ സെഡ് സ്മൈലിംഗ്, ബട്ട് ഐ കാൺ അഫോർഡ് ഇറ്റ്. അപ്പോൾ ബാത്ര പറഞ്ഞു, എനിക്കറിയാം എൻ്റെ ഷൂസിന് പോളിഷ് ആവശ്യമുണ്ടെന്ന്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാൺ അഫോർഡ് ഇറ്റ്, ദ ഷൂ ഷൈൻ റിപ്ലൈഡ്, ജോയിനിങ് മീ വിത്ത് എ സ്മൈൽ. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, പൈസ ഇല്ലെന്നോ? ഒൺലി 4 അണ്ണാസ് സർ. അപ്പോൾ അവൻ പറഞ്ഞു, 4 അണ്ണേ ഉള്ളൂ സർ. ഐ ഹാവിൻ ഗോട്ട് 4 അണ്ണാസ് ഫോർ എ ഷൂ പോളിഷ്. അപ്പോൾ ശാസ്തി ബാത്ര പറഞ്ഞു, 4 അണ്ണ പോലും ഒരു ഷൂ പോളിഷ് ചെയ്യാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ ഇല്ല. ഐ സെഡ് വാക്കിംഗ് അവേ. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു. But there was a puzzled and hurt expression on his face as if I was making fun of him. പക്ഷേ ആ ഷൂ ഷൈൻ ബോയുടെ മുഖത്ത് ഒരു പസിൽഡ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനും ഒരു ഹേർട്ട് എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. അതായത് ഒരു ദുഃഖവും കൺഫ്യൂഷനും നിറഞ്ഞ ഒരു എക്സ്പ്രഷൻ അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അവന് തോന്നിയത് ശാസ്തി ബാത്ര അവനെ കളിയാക്കുന്നതായിട്ടാണ് അവന് നേരം തോന്നിയത്.
അപ്പോൾ യു സീ ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നോക്കൂ ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. ദ ബോയ് പിക്ഡ് അപ്പ് ഹിസ് ബോക്സ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് വിത്ത് മീ. അപ്പോൾ ഈ ബോയ് എന്ത് ചെയ്തു, അവൻ്റെ ആ ഷൂഷൈൻ, അവൻ്റെ ജോലിക്കുള്ള ഉപകരണങ്ങൾ അടങ്ങുന്ന ആ ഒരു ബോക്സും എടുത്ത് അദ്ദേഹത്തിൻ്റെയോടൊപ്പം തന്നെ നടക്കാൻ തുടങ്ങി. Can't get a job with dirty shoes like that, sir. The boss sahibs won't like it. അപ്പോൾ അവൻ പറഞ്ഞു, സാറിൻ്റെ ഈ പൊടി പിടിച്ച ഷൂസും ഇട്ടൊരു ജോലി അന്വേഷിച്ചാൽ സാറിന് ജോലി കിട്ടില്ല. ദ ബോസ് സാഹിബ്സ്, അതായത് ഓഫീസർ, ജോലി എംപ്ലോയറിന് ഇത് ഇഷ്ടപ്പെടില്ല. ദ ബോസ് സാഹിബ്സ് ഡോണ്ട് സീം ടു ലൈക്ക് മീ ഇൻ എനി കേസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയായാലും എംപ്ലോയർ അല്ലെങ്കിൽ ഈ സാഹിബിന് എന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഐ ആൻസേർഡ് ബിഗിനിങ് ടു ഗെറ്റ് ഇറിറ്റേറ്റഡ്. ഞാൻ ഇച്ചിരി നീരസത്തോടു കൂടി അവനോട് അങ്ങനെ പറഞ്ഞു. പോളിഷ്ഡ് ഷൂസ് വോണ്ട് മേക്ക് തിങ്സ് ബെറ്റർ. I wanted to get rid of the boy, but he persisted in walking with me. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷൂസ് പോളിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ ബോയെ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ഒഴിവാവാതെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടന്നു വന്നു. യു ഡോണ്ട് ലിവ് ഇൻ ഡൽഹി, ഹി സെഡ് ആഫ്റ്റർ എ വൈൽ. അപ്പോൾ അവൻ ചോദിച്ചു, താങ്കൾ ഡൽഹിയിൽ അല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, ഐ റിപ്ലൈഡ് ഫേംലി. ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഡൽഹിയിലുള്ള ആളല്ല. ഐ കം ഫ്രം കാൽക്കട്ട ആൻഡ് ഡോണ്ട് വോണ്ട് മൈ ഷൂസ് പോളിഷ്ഡ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൽക്കട്ടയിൽ നിന്നാണ് വരുന്നത്, എനിക്ക് ഷൂ പോളിഷ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഐ ഹാവ് എൻ അങ്കിൾ ഹു വർക്ക്സ് ഇൻ കാൽക്കട്ട, ഹി വെൻറ്റ് ഓൺ, ഏൺസ് എ ലോട്ട് ഓഫ് മണി ഇൻ ദ ഹൗസ് ഓഫ് എ ബംഗാളി ബാബു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാൽക്കട്ടയിൽ ഒരു അങ്കിളുണ്ട്, അങ്കിള് ഒരു ബംഗാളിയായ ഒരു ആളുടെ വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നത്, അദ്ദേഹം നല്ലപോലെ കാശുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇൻസ്റ്റൻ്റ്ലി ദ തോട്ട് സീസ്ഡ് മീ. അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശാസ്തി ബാത്രയുടെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി. ആൻഡ് ഹൗ മച്ച് മണി ഡു യു ഏൺ, ഐ ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് എത്ര പൈസ കിട്ടും? ഓ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. അപ്പോൾ അവൻ പറഞ്ഞു, അത് ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് എനിക്ക് പൈസ കിട്ടുന്നത്. ഓൺ എ ബാഡ് ഡേ അബൌട്ട് 3 rupees. ഒരു മോശം ദിവസമാണെങ്കിൽ 3 രൂപ കിട്ടും. ഓൺ എ ഗുഡ് ഡേ വെൻ ദർ ആർ ലോട്ട്സ് ഓഫ് ടൂറിസ്റ്റ് അബൌട്ട് 5. ഒരു നല്ല ദിവസമാണെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 രൂപ വരെ കിട്ടും. സംടൈംസ് മോർ, ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടാറുണ്ട്. ഐ ഡിഡ് എ സ്പോട്ട് ഓഫ് ക്വിക്ക് കാൽക്കുലേഷൻ ഇൻ മൈ മൈൻഡ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ പെട്ടെന്നൊരു കാൽക്കുലേഷൻ നടത്തി. ദ ആൻസർ സെൻഡ് എ ഷിവർ ത്രൂ മീ. ആ കാൽക്കുലേഷൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ ഉണ്ടാക്കി. എന്തായിരുന്നു അത്? ദ ഷൂഷൈൻ ഏൺ മോർ ദാൻ രാം സിംഗ്, എ ക്ലാർക്ക് ഇൻ എ ഗവൺമെൻറ് ഓഫീസ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇത് അന്നത്തെ കാലത്തെ കാര്യമാണ്. ഒരു രാം സിംഗ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫീസിലെ ഒരു ക്ലാർക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ. ആ ക്ലാർക്കിൻ്റെ ഒരു ദിവസത്തെ ഏണിങ്ങിനെക്കാട്ടിലും കൂടുതലാണ് ഈ ഷൂഷൈൻ ബോയുടെ ഏണിങ്. ഹിയർ അറ്റ് ലാസ്റ്റ് വാസ് എ സൊല്യൂഷൻ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പോംവഴി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. ഡു യു തിങ്ക് ഐ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. സംശയത്തോടു കൂടി അദ്ദേഹം അവനോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറ്റുമെന്ന്? വാട്ട് സർ? അവൻ ചോദിച്ചു, എന്ത്? പോളിഷ് ഷൂസ് ലൈക്ക് യു, ഐ മീൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെപ്പോലെ ഷൂസ് പോളിഷ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പോളിഷ് ഷൂസ്? ദ ബോയ് ആസ്ക്ഡ് സ്റ്റോപ്പിംഗ് ഡെഡ്. അപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഷൂ പോളിഷ് ചെയ്യാനോ? ഓൺ ദ പേയ്മെൻറ്റ് ലൈക്ക് മീ, റോഡ് സൈഡിൽ എന്നെ പോലെയോ? ഐ ഡിഡ് എക്സ്പെക്ട് ദ ലൗഡ് ലാഫ് അറ്റ് ദാറ്റ് ഫോളോഡ്. അത് കഴിഞ്ഞിട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഇറ്റ് ടുക്ക് മീ എ ലോട്ട് ഓഫ് പെർസ്വേഡിങ്. അപ്പോൾ വളരെ നേരം അദ്ദേഹത്തിന് അവനോട് സംസാരിക്കേണ്ടി വന്നു. ശോഭൻ ലാൽ, ഫോർ ദാറ്റ് വാസ് ഹിസ് നെയിം. അവൻ്റെ പേര് ശോഭൻ ലാൽ എന്നായിരുന്നു. ആ ഷൂഷൈൻ ബോയുടെ പേര് ശോഭൻ ലാൽ എന്നാണ്. ഹി റെഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ഐ വാസ് ഇൻ മേക്കിംഗ് ഫൺ ഓഫ് ഹിം. അവൻ അപ്പോഴും ധരിച്ചിരുന്നത് അവനെ കളിയാക്കുകയാണെന്നാണ്. കളിയാക്കുകയല്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ ഒത്തിരി പരിശ്രമിക്കേണ്ടി വന്നു. He had to leave school 2 years before his matriculation. അപ്പോൾ അവൻ്റെ കാര്യം പറയുകയാണ്. അവൻ മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ്.
അപ്പോൾ 10ാം ക്ലാസ് ആവുന്നതിന് 2 വർഷം മുന്നേ തന്നെ അവന് പഠിത്തം നിർത്തേണ്ടതായിട്ട് വന്നു. വൈ ഷുഡ് ഐ വോണ്ട് ടു ഡു ഹിസ് ജോബ് വെൻ ഐ ഹാഡ് ബീൻ ടു യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇദ്ദേഹം, അതായത് ശാസ്ത്രി ബാത്ര യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നേടിയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഈ ഷൂഷൈൻ ബോയുടെ പണി ചെയ്യുന്നത്? ഇഫ് he could speak English, he certainly wouldn't be polishing other people's shoes. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, അവന് ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ അവന് മറ്റുള്ളവരുടെ ഷൂസ് പോളിഷ് ചെയ്ത് ജീവിക്കേണ്ടി വരുമായിരുന്നില്ല. He would sit in an office and be a sahib himself, earning a regular monthly salary. അങ്ങനെയാണെങ്കിൽ അവൻ ഒരു ഓഫീസിലിരുന്ന് മന്ത്ലി സാലറി മേടിക്കുന്ന ഒരു പൊസിഷനിലെത്തിയേനെ. ബട്ട് ഹി ഹാഡൻ ബീൻ ബോൺ അണ്ടർ എ ലക്കി സ്റ്റാർ. പക്ഷേ അവന് ഭാഗ്യമില്ല. ഹിസ് ഫാദർ ഹാഡ് ഡൈഡ് ഓഫ് സ്മോൾ പോക്സ് അബൌട്ട് 3 years ago. അപ്പോൾ അവൻ്റെ അച്ഛൻ വസൂരി വന്ന് 3 വർഷം മുമ്പ് മരിച്ചുപോയി. No shoe shining was no job for an educated man like me. What would my friends say? അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളാണിതൊക്കെ. അപ്പോൾ എന്നെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയല്ല ഈ ഷൂ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് അറിഞ്ഞാൽ എന്ത് പറയും? I explained that I had no friends in Delhi. അപ്പോൾ ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള തോട്ട്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയതും അവൻ ചോദിച്ചതുമാകാനാണ് സാധ്യത. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ എക്സ്പ്ലെയിൻ ദാറ്റ്, ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുള്ള ആളൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്കിവിടെ ഡൽഹിയിൽ എനിക്ക് ആരെയും അറിയില്ല, എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ദാറ്റ് ഐ ഹാഡ് ലെഫ്റ്റ് ഹോം വിത്തൗട്ട് സിറ്റിംഗ് ത്രൂ മൈ എക്സാംസ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സാം പോലും എഴുതാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈവൻ ഇഫ് ഐ ഡിഡ് അപ്ലൈ ഫോർ എ ക്ലാർക്സ് ജോബ് ഐ വുഡ് ബി ഏർണിംഗ് ലെസ് ദാൻ ഹിം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്ലാർക്കിൻ്റെ ജോലി ചെയ്താൽ പോലും നിനക്ക് കിട്ടുന്ന ദിവസ വരുമാനം എനിക്ക് കിട്ടില്ല. ബട്ട് think of the status of working in an office with an electric fan over your head. ശോഭൻ ലാൽ ആർഗ്യൂഡ്. അപ്പോൾ ശോഭൻ ലാൽ തർക്കിച്ചു, എന്നാലും ഒരു ഷൂഷൈൻ ബോയുടെയും ഒരു ഓഫീസിൽ ഇലക്ട്രിക് ഫാനിൻ്റെ താഴെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ക്ലാർക്കിൻ്റെയും ജോലികൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ അവൻ തർക്കിച്ചു. There is that, I suppose, I replied smiling. But I have to get a job straight away. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഉടൻ തന്നെ ഒരു ജോലി അത്യാവശ്യമാണ്. Well, my friend said, reluctantly giving in. അവസാനം അവൻ സമ്മതിച്ചു. If you really want to, I don't know, but how the others will take it. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് ശരിക്കും ആവശ്യമുണ്ടോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? There is a shoeshines union, you know. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക്, അതായത് ഈ ഷൂ പോളിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു യൂണിയൻ ഉണ്ട്. ആൻഡ് കൊണോട്ട് സർക്കസ് ഈസ് എ പ്രോഫിറ്റബിൾ പ്ലേസ്. ഈ സ്ഥലം, അതായത് കൊണോട്ട് സർക്കസ് എന്ന് പറയുന്ന ഈ സ്ഥലം നല്ല ലാഭം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇഫ് ദർ ഈസ് ആൻ എക്സ്ട്രാ ഷൂ ഷൈൻ ഇറ്റ് മീൻസ് ദാറ്റ് എവ്രി വൺ എൽസ് ഏൺസ് എ ലിറ്റിൽ ബിറ്റ് ലെസ്. അപ്പോൾ ഒരാളും കൂടി ഷൂ ഷൈൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും കുറച്ച് കാശ് കുറവ് കിട്ടാനേ ചാൻസ് ഉള്ളൂ. I hadn't thought of it like that, and Shovan Lal has opened up a whole new world for me. For the moment I lost the feeling of hopelessness and despair which had possessed me ever since I arrived in Delhi. അപ്പോഴാണ് അദ്ദേഹത്തിന് നല്ല ആശ്വാസമായത്. അപ്പോൾ അദ്ദേഹത്തിന് ഹോപ്പ്ലെസ്നെസ്, നിരാശയും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. To work as a shoe shine became the most important goal in my life. ഒരു ഷൂ ഷൈൻ ആവുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ട് മാറി. But if I can persuade the others, Shovan Lal said, breaking into my thoughts. അപ്പോൾ ശോഭൻ ലാൽ പറഞ്ഞു, ഈ യൂണിയനിൽപ്പെട്ട എല്ലാവരും സമ്മതിക്കണം, എന്നാൽ മാത്രമേ ഈ ജോലി എടുക്കാൻ പറ്റൂ. You will need to get all the stuff. മാത്രമല്ല സാധനങ്ങളൊക്കെ വാങ്ങണം. A box like this one, brushes,
ക്രീം ആൻഡ് പോളിഷ് ആൻഡ് സം റാക്സ്. അതായത് ഈ ബോക്സ്, ബ്രഷുകൾ, ക്രീം, കുറച്ച് പഴകിയ തുണികൾ, ഇതെല്ലാം സംഘടിപ്പിക്കണം. യെസ് ഓഫ് കോഴ്സ് ഐ റിപ്ലൈഡ്, ഡ്രോൺ ബാക്ക് ടു റിയാലിറ്റി വൺസ് അഗൈൻ. ആൻഡ് ഹൗ മച്ച് വിൽ ഓൾ ദാറ്റ് കോസ്റ്റ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചിന്തയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എത്ര പൈസയാവും ഇതൊക്കെ വാങ്ങാൻ? About 10 or 12 rupees, Shovanlal answered. Shouldn't be much more than that. അപ്പോൾ ഷോവൻലാൽ പറഞ്ഞു, 10-12 രൂപയാകും. Really, I said and started laughing. അദ്ദേഹം ചിരിച്ചു. Why? What's the matter? Don't you believe me? അപ്പോൾ അവൻ ചോദിച്ചു, എന്താ വിശ്വാസമാകുന്നില്ലേ? Of course I believe you, but the simple fact is that I only have 5 rupees and some loose change. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി തന്നെ, പക്ഷേ എൻ്റെ കയ്യിൽ 10-12 രൂപയൊന്നും ഇല്ല, 5 രൂപ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ചില്ലറകളുമുണ്ട്. This time Shovanlal was really shocked. His mouth fell open and his eyes shot up in surprise. You really mean? അപ്പോൾ അവൻ അത്ഭുതമായി. അപ്പോൾ അവൻ ചോദിച്ചു, ശരിക്കും താങ്കളുടെ കയ്യിൽ ഇത്രയും പൈസയുള്ളോ? ഐ ആം അഫ്രൈഡ് ഐ ഡു, ഐ റിപ്ലൈഡ്. അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റെ കയ്യിൽ 5 രൂപ മാത്രമേ ഉള്ളൂ. യു സീ, ഐ കുഡ് നെവർ ഹാവ് ആൻ ഇലക്ട്രിക് ഫാൻ ഓവർ മൈ ഹെഡ്. മനസ്സിലാക്കൂ, എനിക്ക് ഒരിക്കലും എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഇലക്ട്രിക് ഫാനോടുകൂടി വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയിലല്ല ഞാൻ. He closed his eyes and his face became thoughtful while he put his hand inside the pockets of his half pants several times. അപ്പോൾ അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് തപ്പി. Well, he said, we shall have to find a way. അവൻ പറഞ്ഞു, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. It was nearly 6 o'clock and we walked a few yards in silence towards the Rivoli cinema where a show had just ended. അപ്പോൾ ആ സമയമായപ്പോഴേക്കും 6 മണിയായിരുന്നു. അപ്പോൾ അവർ റിവോളി സിനിമ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൻ്റെ അടുത്തേക്ക് അവർ നടന്നുപോയി. അപ്പോഴേക്കും ഷോ ജസ്റ്റ് തീർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഷോവൻലാൽ ക്വിക്കൻഡ് ഹിസ് സ്റ്റെപ്സ്. ഷോവൻലാൽ ഇത്തിരി ഫാസ്റ്റായിട്ട് നടന്നു. ഐ മസ്റ്റ് വർക്ക് നൗ. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ ജോലി ചെയ്യണം. ബട്ട് യു കം ടു സീ മീ അറ്റ് 11 o'clock ആഫ്റ്റർ ദ ലാസ്റ്റ് ഷോ. അപ്പോൾ അവൻ പറഞ്ഞു, 11 മണിയാവുമ്പോൾ, അവസാനത്തെ ഷോയും കഴിയുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ദെൻ ഐ ഷാൽ ടോക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് സീ വാട്ട് ദേ സേ. അന്നേരം ആവുമ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് ഒരു വഴി കണ്ടെത്താം. ഓൾ റൈറ്റ്, ഐ നോഡഡ് ആസ് ഐ വാച്ച്ഡ് ഹിം വാക്ക് അവേ. എന്നിട്ട് അവൻ നടന്നുപോയി. ആൻഡ് ഡോണ്ട് വറി, ഹി ഷൗട്ടഡ് ജസ്റ്റ് ബിഫോർ ഹി ടേൺ ദ കോർണർ. അപ്പോൾ ആ കോർണർ കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൻ പറഞ്ഞു, വിഷമിക്കണ്ട എന്നവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു. ഇഫ് ദേ ലെറ്റ് യു വർക്ക് ദർ വി വിൽ ഫൈൻഡ് ദ മണി സംഹൗ. അപ്പോൾ അവൻ പറഞ്ഞു, അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാം. I walked along the streets of Delhi. I wondered what the history of my country meant to me. അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് അദ്ദേഹം ആ ഡൽഹിയിലെ തെരുവുകളിൽ കൂടി നടന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഈ ഡൽഹിയുടെ ചരിത്രം എനിക്ക് മുന്നിൽ എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചു. Here was a land where man had achieved greatness on every plane, astronomy, algebra, architecture, even poetry, music and art. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഈ സ്ഥലമെന്ന് പറയുന്നത് മനുഷ്യൻ വലിയ വലിയ ഉയരങ്ങൾ, പല മേഖലകളിലും ഉയരങ്ങൾ താണ്ടിയ ഒരു സ്ഥലമാണ് ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം. അതായത് ആസ്ട്രോണമി, അതായത് ആകാശശാസ്ത്രം, ആർക്കിടെക്ചർ, അതായത് എൻജിനീയറിങ്, പോയട്രി, കവിത, മ്യൂസിക്, സംഗീതം, ആർട്ട്, കല, ആൾജിബ്ര. യെറ്റ് ഇൻ ദിസ് വെരി സിറ്റി വേർ 7 empires had come and gone. 7 രാജവംശങ്ങൾ ഭരിക്കുകയും പോവുകയും ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്ത്, വേർ അക്ബർ ആൻഡ് അശോക റൂൾഡ്, അക്ബറും അശോകനും ഭരിച്ച ഈ സ്ഥലത്ത്, ഐ കുഡ് നോട്ട് ഗെറ്റ് എ ജോബ്, ഞാനൊരു ജോലി ഇല്ലാതെ, ആൻഡ് എ ബോയ് ലൈക്ക് ഷോവൻലാൽ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ഫിനിഷ് ഹിസ് സ്കൂളിംഗ്. ഒരു ജോലി ഇല്ലാതെ ഞാൻ അലയുന്നു. ഷോവൻലാലിനെ പോലൊരു കുട്ടിക്ക് അവൻ്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ അവനും വിഷമിക്കുന്നു.
അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ബൈ 11 o'clock ഐ ഹാഡ് വാക്ക് 8 miles. 11 മണിയായപ്പോഴേക്കും അദ്ദേഹം 8 മൈല് നടന്നിരുന്നു. വെൻ ഐ മെറ്റ് ഷോവൻ ലാൽ, കൊണോട്ട് സർക്കസ് വാസ് നിയർലി ഡെസേർട്ടഡ്. അങ്ങനെ രാത്രി 11 മണിയായപ്പോഴേക്കും ആ പ്ലേസ്, കൊണോട്ട് പ്ലേസ് ഡെസേർട്ടഡായി, അതായത് ആളുകളെല്ലാം ഒഴിഞ്ഞു, വിജനമായി. ഹലോ, ഷോവൻ ലാൽ സെഡ് ഗ്രീറ്റിംഗ് മീ ഇൻ ഹിന്ദി. അപ്പോൾ ഷോവൻ ലാൽ ഹിന്ദിയിൽ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഹലോ, ഐ റിപ്ലൈഡ് ആസ് എ ഫ്യൂ മെൻ അറൗണ്ട് ഹിം മൂവ്ഡ് എസൈഡ് ടു ലെറ്റ് മീ കം ടു ഹിം. അവൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. ദീസ് ആർ മൈ ഫ്രണ്ട്സ്, ഷോവൻ ലാൽ ആഡഡ്, വേവിങ് ഹിസ് ഹാൻഡ് ഓവർ ദ ഗ്രൂപ്പ്. ഷോവൻ ലാൽ പറഞ്ഞു, ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. What do they have to say about my working with them here in Connaught Circus? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവരെന്താണ് അവരുടെ അഭിപ്രായം ഞാനിവിടെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി? വെൽ, ഷോവൻ ലാൽ റിപ്ലൈഡ്, പുള്ളിങ് എ ഫേസ്. പുള്ളിങ് എ ഫേസ് എന്ന് പറഞ്ഞാൽ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, അതായത് just then one of the younger men started speaking very fast in a strange dialect I could not easily follow. അപ്പോഴേക്കും ആ കൂട്ടത്തിൽ നിന്നും ഒരു പ്രായം കുറഞ്ഞ ആള് എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ദിസ് വാസ് ടേക്കൺ അപ്പ് ബൈ ആൻ ഓൾഡർ മാൻ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. 4 others joined in. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കാൻ തുടങ്ങി. When they stopped talking, Shovan Lal, who had been quiet all this time, translated for me. അപ്പോൾ ഇവരുടെ സംസാരം കഴിഞ്ഞപ്പോൾ ഷോവൻ ലാൽ ഇവരെന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ദ യൂണിയൻ വാസ് ഹാവിങ് ട്രബിൾ വിത്ത് ദ അതോറിറ്റീസ്. അതായത് യൂണിയന് ഇവിടുത്തെ അധികാരികളുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ദേ ഹാഡ് റെഫ്യൂസ്ഡ് ടു ഗ്രാൻഡ് എ ലൈസൻസ് ടു ദ ഷൂ ഷൈൻസ്. അതായത് ഷൂ പോളിഷ് ചെയ്യുന്നവർക്ക് ലൈസൻസ് കൊടുക്കാൻ അവർ മടിക്കുകയാണ്. ഓൾദോ ഹോക്കേഴ്സ് കുഡ് അപ്ലൈ ഫോർ വൺ. എന്നാൽ തെരുവ് കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ഇഫക്റ്റ് പോളിഷിംഗ് ഷൂസ് ഓൺ ദ പേയ്മെൻറ്റ് വാസ് ഇല്ലീഗൽ. അതുകൊണ്ട് ഈ തെരുവുകളിൽ ഷൂ പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലൈക്ക് ബെഗ്ഗിങ്, ഭിക്ഷാടനം നിയമവിരുദ്ധം ആണ് എന്നുള്ളതുപോലെ തന്നെ ഇതും നിയമവിരുദ്ധമാണ്. ആൻഡ് വൺ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ ദ ഗുഡ് വിൽ ഓഫ് ദ പോലീസ്മാൻ. അതായത് പോലീസുകാർ സമ്മതിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. ദ ഹെഡ് ഓഫ് ദ ഷൂ ഷൈൻസ് യൂണിയൻ ന്യൂ സം ഇംഗ്ലീഷ്, ബട്ട് ഒബ്വിയസ്ലി someone with better knowledge of the language would be of great help. അപ്പോൾ അവർ പറയുകയായിരുന്നു, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ നമ്മൾക്കൊരു സഹായമായിരിക്കും. So, though most of group was against letting me in, they had reluctantly agreed to give me a chance provided I helped out with the correspondence. അതായത് മിക്കവാറും ബാക്കിയുള്ള ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഈ ജോലിക്ക് എടുക്കുന്നതിൽ അവർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമായിരുന്നത് കൊണ്ട് കറസ്പോണ്ടൻസിന്, അതായത് ഈ ഭാഷയുടെ ഹെൽപ്പിന് അദ്ദേഹം ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവർ ഇത്തിരി മടിച്ചിട്ടാണെങ്കിലും സമ്മതിച്ചു. ഐ ലിറ്ററലി ജംപ് ഫോർ ജോയ് ആൻഡ് ഗേവ് ഷോവൻ ലാൽ എ ക്ലോസ് ഹഗ്. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഷോവൻ ലാലിനെ കെട്ടിപ്പിടിച്ചു. ദേ ഓൾസോ സേ, ഹി ആഡഡ്. അപ്പോൾ അവൻ പറഞ്ഞു, അവർ പറയുന്നുണ്ട്, ദെൻ that we take a collection for you to buy the box and the rest of the materials. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഒരു കളക്ഷൻ ഇട്ട് അദ്ദേഹത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാം എന്നവർ ഏറ്റിട്ടുണ്ട്. സോ യു ക്യാൻ കീപ് ദ 5 rupees to buy food and other things till you begin to earn a little. അപ്പോൾ അവൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഈ 5 രൂപ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കാം, കുറച്ച് കാശ് ഉണ്ടാക്കുന്നത് വരെ. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ വീക്സ് യു ക്യാൻ പേ ബാക്ക് ദ മണി ഫോർ ദ ബോക്സ്. അപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഞങ്ങൾ കളക്ഷൻ ഇട്ട് വാങ്ങി തന്നതിൻ്റെ പൈസ തിരിച്ചടച്ച് തുടങ്ങാം. എ ടോഫി ടിൻ വാസ് പാസ്ഡ് അറൗണ്ട് ആൻഡ് എ ലിറ്റിൽ ഓവർ 7 rupees വാസ് കളക്റ്റഡ് ദാറ്റ് ഈവനിങ്. അപ്പോൾ ഒരു പഴയ ഒരു മിഠായി പാത്രത്തിൽ അവർ പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഒരു 7 രൂപ വരെ അവർ കളക്ട് ചെയ്തു. We'll get more tomorrow, ഷോവൻ ലാൽ സെഡ്.
അപ്പോൾ ശോഭൻലാൽ പറഞ്ഞു നാളെ നമുക്ക് കുറച്ചും കൂടി പൈസ കളക്ട് ചെയ്യാം. വെൻ ദ റെസ്റ്റ് ആർ ഹിയർ, അപ്പോൾ മറ്റുള്ളവരെല്ലാം വരട്ടെ, അപ്പോൾ നമുക്ക് പൈസ കളക്ട് ചെയ്യാം. യു നോ ദർ ആർ 30 of us who work in കൊണോട്ട് സർക്കസ്. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ ശരിക്കും 30 പേരുണ്ട് ഈ കൊണോട്ട് സർക്കസ് ഭാഗത്ത്, 30 ഷൂ ഷൈൻ ആൾക്കാരുണ്ട്. ദ ഗ്രൂപ്പ് ഡിസ്പേഴ്സ്ഡ് ആൻഡ് ഐ വെൻറ്റ് ഹോം വിത്ത് ശോഭൻലാൽ ദാറ്റ് നൈറ്റ്. അങ്ങനെ ആ ഗ്രൂപ്പ് പിരിഞ്ഞു പോയി. അങ്ങനെ അദ്ദേഹം ശോഭൻലാലിനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇത്രയുമാണ് ഈ സ്റ്റോറിയിലുള്ളത്. അപ്പോൾ ഈ കഥയിൽ ഇനി പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നിങ്ങൾ ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ PDF കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ലെസണിലെ റൈറ്റിംഗ് പാർട്ടെന്ന് പറയുന്നത് ഇൻഫോർമൽ ലെറ്ററാണ്, അതായത് ഫ്രണ്ട്ലി ലെറ്ററാണ്. അപ്പോൾ ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതി പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഉള്ള ഗ്രാമർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസുമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാം, അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.